ഡോക്ടർമാർ ട്യൂബ് ഇടാനായിട്ട് കൊച്ചിനെ അങ്ങനെ വേദന തിന്നും, ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാവുന്ന അച്ഛന്മാരോടും ഞങ്ങളുടെ ഇടവകയിലൊക്കെ വിളിച്ചു പറഞ്ഞു, കൊച്ചിൻ്റെ നില വളരെ മോശമാണ്, അതുകൊണ്ട് എല്ലാവരും നാശിൽ മൂന്നാമത്തെ മകൻ സാംസൺ. ഞങ്ങളുടെ പപ്പ ഉടമ്പടി എടുത്തത് മെയ് 20 ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. ഞങ്ങളുടെ കുഞ്ഞിന് ആദ്യമായി അസുഖം വന്നത് മാർച്ച് 25 മോന് ഒരു പനിയുമില്ല, ഒന്നുമില്ല. ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ തലകറങ്ങി വീഴുകയായിരുന്നു. അടുത്ത വീട്ടിൽ അവർ വന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ഞങ്ങളുടെ വീട് ഏങ്ങണ്ടിയൂരാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ അമലെ പോയി ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, EG ഒക്കെ എടുത്തു. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 25 കഴിഞ്ഞ് 7 വീണ്ടും ഈ കൊച്ചിന് വീണ്ടും വീണു, തലയിൽ വലിയൊരു മുഴ. അങ്ങനെ ഞങ്ങൾ കൊച്ചിന് MRI എടുത്തു. കോയമ്പത്തൂർ പോയിട്ട് MRI എടുത്തത്. എൻ്റെ മോൻ കോയമ്പത്തൂരാണ്, മൂത്ത മകൻ വർക്ക് ചെയ്യണത്. അവിടെ പോയി MRI എടുത്തു. MRIയിൽ ഒരു കുഴപ്പമില്ല ഉണ്ണിക്ക്. അങ്ങനെ ഏപ്രിൽ 14 തൊട്ട് ഈ കൊച്ചിന് മരുന്ന് കഴിക്കാനോ കണ്ണ് തുറക്കാനോ പറ്റില്ല. ഈ ഫിക്സ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന് ഉണരാൻ പോലും പറ്റില്ല. ഫിക്സ് വന്ന് കൊച്ച് വീണ്ടും 1.5 മണിക്കൂർ ഉറങ്ങി, കണ്ണ് തുറക്കുമ്പോഴേക്കും വീണ്ടും ഫിക്സ് വരാം. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് എറണാകുളം ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മോനെ കാട്ടി 1 മാസത്തോളം അവിടെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുകയും അവിടെ കിടന്ന് ചികിത്സിക്കുകയും അവിടെ എൻ്റെ മോൻ ഫിക്സ് വന്ന് വീണ് മണിക്കൂറിന് 40,000 രൂപ വെച്ച് ഒരു സർജറി വലുത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു. അപ്പോഴും ഞങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് ആരും പറയുകയോ എടുക്കുകയില്ല, ഡോക്ടർമാർ തന്നെ അത് മാറ്റുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ ഈ രോഗത്തിന് ഇനി ചികിത്സയൊന്നുമില്ലേ ഡോക്ടറെ, എവിടെയാണെങ്കിലും ഞങ്ങൾക്കുണ്ടായി ഞങ്ങളുടെ കുഞ്ഞിനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഒരു ഫാദർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ലെറ്റർ തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ വന്ന് 16 ഞങ്ങൾ അമൃതയിൽ അഡ്മിഷൻ എടുത്തത്. അവിടെ ഞങ്ങൾ രാത്രി ഞങ്ങളെ EGയിലോട്ട് മാറ്റി. 24 മണിക്കൂർ ഫുൾ ടൈം ഞങ്ങൾ EGയിലിരുന്നു. പക്ഷേ കുഞ്ഞിന് ഒരു 8 മണിക്കൂറൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുട്ടിക്ക് ഫിക്സ് വരൽ മാത്രം, വേറൊരു പരിപാടിയില്ല. കുട്ടിയുടെ പേര് പറയാനോ കുട്ടിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഡോക്ടർമാർ ICUവിൻ്റെ EGയുടെ റൂമിൽ തന്നെ ഇതിന് ട്യൂബിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ICUവിലേക്ക് മാറ്റി. ICUവിൽ ചെന്നപ്പോൾ ഈ കുട്ടിക്ക് മിണ്ടുവാനോ പറയുവാനോ സംസാരിക്കാനോ കാല് പൊക്കാനോ ഒന്നിനും ഒരു കഴിവില്ലാതെയായി. കുട്ടിയുടെ ബ്രെയിന് ബാധിച്ചു. അങ്ങനെ ഡോക്ടർ എന്നെയും പപ്പയെയും മൂത്ത മകനെയും വിളിച്ചു. മൂത്ത മകൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അവനെയും കൂടെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നെക്കൊണ്ട് എനിക്ക് ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല, എൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് തന്നെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിനെ ICUവിലോട്ട് മാറ്റി. ഞങ്ങളോട് ഇത് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങൾ വിളിക്കുകയാണ്, വർഗീസേട്ടാ വേഗം വായോ, ഞാൻ അമൃത ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് തന്നെ വരാം. അവർ കാറും കൊണ്ടുവന്ന് ഉണ്ണീനെ വേഗം ഈ പപ്പേനെ വേഗം ഉടമ്പടി എടുക്കാൻ കൊണ്ടുപോയി. അതിൽ മുന്നേ ഞങ്ങളിവിടെ ഫോൺ വിളിക്കുകയും ഞങ്ങളുടെ ഒരു കസിൻ വരുമ്പോൾ പറയുകയും എല്ലാം ചെയ്തു. പപ്പ വന്ന് 20 ഞങ്ങളുടെ മക്കളൊക്കെ വേളാങ്കണ്ണിയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് മക്കൾ നേരെ എറണാകുളത്തേക്ക് അമൃതയിലേക്ക് വന്നു. ഞങ്ങൾ ഈ അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരാളെ പോലും വരത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞ് ഞാനും പപ്പയും മൂത്ത മോൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ നിന്നു. പപ്പ 20 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഫോൺ ഓൺ ചെയ്ത വശം എൻ്റെ മകൻ വിളിച്ചു, പപ്പേ ഉണ്ണി കയ്യും കാലൊക്കെ ഇട്ട് എനിക്ക് പപ്പേനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം തന്നെ അതിനൊരു എന്താ പറയുക, എൻ്റെ മോന് സൗഖ്യം കിട്ടി.
അങ്ങനെ ഇവന് യൂറിൻ പോവാണ്ടും ഡോക്ടർ ഇങ്ങനെ ട്യൂബിട് വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് വന്ന് പറയുമ്പോൾ പപ്പ വേഗം വന്ന് ഉടമ്പടി തൈലം അവന് പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ എൻ്റെ മോൻ ഷിനോസ് വന്ന് അവന് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ച് ഡോക്ടർമാർ ട്യൂബ് ഇടാനായിട്ട് കൊച്ചിനെ അങ്ങനെ വേദന തിന്നും ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാവുന്ന അച്ഛന്മാരോടും ഞങ്ങളുടെ ഇടവകയിലൊക്കെ വിളിച്ച് പറഞ്ഞു കൊച്ചിൻ്റെ നില വളരെ മോശമാണ്, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോന് മെയ് 20 ഫിക്സ് വന്നിട്ട് ഇന്ന് വരെ എൻ്റെ മോന് ഈ ഫിക്സ് എന്നൊരു സംഭവം ഇല്ല. അത്രയും ഹൈ ഡോസിലാണ് ഇവന് ആൻറ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ അവന് വളരെ കുഞ്ഞൊരു ഡോസ് മാത്രമാണ്. ഇവന് എല്ലാ ബുദ്ധിയുടെ ടെസ്റ്റും എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്യിപ്പിച്ചു. ഇവന് ഒരു കുഴപ്പവുമില്ല. എന്നും ഡോക്ടർ പറയും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പം വേണം. ഞങ്ങൾ പറയും ഏറ്റവും കൂടുതൽ ഈ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോന് വേണ്ടി പ്രാർത്ഥിച്ചത്. അതുപോലെയുള്ള ഒത്തിരി നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുട്ടികളാണ് ഈ ഹോസ്പിറ്റലിൽ വലിച്ചു കൊണ്ട് നടക്കുകയാണ് ഈ ഫിക്സ് വന്ന കുട്ടികളുടെ ബുദ്ധി പോയിട്ട്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും ഈ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും. ഇവന് ഡോക്ടർ റൂമിയോ വെച്ചാൽ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ ദൈവമേ കുഞ്ഞിൻ്റെ മരുന്ന് കുറയ്ക്കണേ. ഞങ്ങളുടെ പപ്പ എല്ലാ മാസവും ഇവിടെ ഒന്ന് പത്രം വാങ്ങുകയും ഈ ഉടമ്പടി തൈലം സ്കൂളിൽ പോകുകയാണെങ്കിൽ പോലും ഈ പ്രാർത്ഥന ചൊല്ലി ഇവന് ഈ കുട്ടികളെ കാണാണ്ട് കുറച്ച് ഈ സെപ്റ്റംബർ വരെ സ്കൂളിൽ പോയിണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളെ കാണാണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു ഭയങ്കര കുട്ടികളെ കാണുമ്പോൾ ഇത്തിരി കുറുമ്പാണ്. അപ്പോൾ പപ്പ പ്രതീക്ഷിക്കാറ് പ്രാർത്ഥനയും കുരിശു വരച്ചും ഞങ്ങൾ എവിടെ പോയാലും കൊച്ചിന് ചെറിയൊരു അസ്വസ്ഥത കുട്ടിക്ക് തോന്നിയാലും അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുമ്പോഴേക്കും കുട്ടി പറയും അപ്പോൾ തൈലെടുക്ക് തൈലം വേഗം പൂശി വിശ്വാസപ്രമാണം ചെല്ലെന്ന് പറയും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ കുറച്ച് ഉടമ്പടിക്കാർ കൂടി 60 പേർക്ക് ഭക്ഷണം ഒരു മാസം അവർക്കുള്ളത് കൊടുക്കും. ഞങ്ങൾ തന്നെ ചെന്ന് പാചകം ചെയ്ത് കൊടുക്കും. അത് അവിടെ അടുത്തുള്ള പാവങ്ങളുടെ എല്ലാ വീട്ടുകളിലും കൊണ്ടു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങി കൊടുക്കും. പിന്നെ ഞങ്ങൾ ഒത്തിരി വിഷമുള്ള ആൾക്കാരെ കാണുമ്പോൾ പൈസ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ മക്കൾക്ക് എക്സാം ആണെങ്കിൽ പോലും ഞങ്ങൾ ഈ ഉടമ്പടി തൈലം അവർ വീഡിയോ കോൾ ചെയ്ത് നിൽക്കും ആ എക്സാമിന് പോകണ നേരത്തെ. അങ്ങനെ എൻ്റെ മോൻ PG ചെയ്യുന്നുണ്ട്. അവന് ഒത്തിരി ജോലിയും തിരക്കൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് PG ചെയ്യുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞു നീ എപ്പോഴും പറയും മമ്മി ചെയ്യണ്ടായിരുന്നില്ല PG എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യും? മോനോട് പറയും നീ വിടണ്ട, പപ്പ അമ്മോട് പ്രാർത്ഥിക്കണ്ടേ, നീ വിഷമിക്കണ്ട, നീ ആ പരീക്ഷയ്ക്ക് പോണ നേരമാകുമ്പോൾ എൻ്റെ മോൻ വന്നിട്ട് വീഡിയോ കോൾ ചെയ്യ്, വിശ്വാസപ്രമാണം ചൊല്ലി, പപ്പ ഈ പ്രാർത്ഥന ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. രാവിലെ ഞാനും പപ്പിയും 5:30 എണീറ്റ് ഈ പ്രാർത്ഥന ഡെയിലി അനുദിന പ്രാർത്ഥനയും ഞങ്ങൾ ചെല്ലുകയും പപ്പേരൊപ്പം ഞാനും പ്രാർത്ഥിക്കും. ഡെയിലി പള്ളിയെ പോവും. പിന്നെ കൊന്തെത്തിക്കും. ഞങ്ങളുടെ പപ്പയ്ക്ക് എന്താ പറയുക, ഞങ്ങളുടെ മോനെ ദൈവം മാതാവ് ഇങ്ങോട്ട് തിരിച്ചു തന്നല്ലോ, അതിന് വേണ്ടി ഞങ്ങൾ എന്തു ത്യാഗം ചെയ്യാനുള്ള തയ്യാറാണ്. എനിക്ക് ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ 2 ആഴ്ച മുന്നേ എൻ്റെ മോൻ അസുഖം വന്നതിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ തല മൊട്ടയടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ആൾക്കാർ എന്നോട് ചോദിക്കും കീമോ ചെയ്തിട്ടാണോ? കീമോ ചെയ്തിട്ടല്ല, എൻ്റെ മോൻ്റെ അസുഖം അമ്മ മാതാവ് മാറ്റി തന്നതിൻ്റെ ഈ തെളിവായിട്ടാണ് ഞാൻ ഈ മുടി മൊട്ടയടിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ മക്കളെ ഇവരെവിടെയൊന്നുമില്ല. ഒരാൾ പാലക്കാട്, ഒരു കോയമ്പത്തൂരാണ്. ഇവരെ ഞാൻ നിർബന്ധിച്ച് മക്കളെ ഉണ്ണിക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനല്ലേ എന്ന് പറഞ്ഞ് ഇവരെ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പപ്പ ഈ തൈലെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങളുടെ വണ്ടികളും ഞങ്ങൾ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം മാതാവ്. അതുപോലെ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര തണ്ടലുവേനയാണ്. അമ്മച്ചിൻ്റെ തണ്ടലിലും ഈ തൈലം പൂശിയിട്ട് ഇവിടെ ഇപ്പോൾ അമ്മച്ചിനും കൂടി നടക്കാൻ വയ്യ. 3 മാസമായി മണൽക്കിഴി കെട്ടിയിട്ട് വീട്ടിൽ കിടക്കുന്ന അമ്മച്ചിനെ ഞങ്ങൾ തൈലം പുരട്ടി ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയാണ്. ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. ഞാൻ ഈ പത്രം കൊണ്ട് ടീച്ചേഴ്സിന് കൊടുക്കും. എല്ലാ ദിവസവും ഈ ഡെയിലി അനുദിന പ്രാർത്ഥന എൻ്റെ ഫോണിലുള്ള മുഴുവൻ ഒത്തിരി നമ്മൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും.
ഇത്രയും അനുഗ്രഹം തന്ന കൃപാസനം അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയാണ്. ഇതുവരെ എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ അമ്മ മാതാവ് പപ്പ ഉടമ്പടി എടുത്ത നിമിഷം തന്നെ എൻ്റെ മോൻ്റെ എന്താ പറയുക സകല രോഗങ്ങളും എന്താ പറയുക വെന്റിലേറ്ററിലേക്ക് എടുത്ത മോനാണ്. തൊട്ടപ്പുറത്ത് വെന്റിലേറ്റർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മോനെ ഞങ്ങൾക്ക് മാതാവ് തിരിച്ചു തന്നു. ഈ ഉടമ്പടിയുടെ ഒറ്റ വെളിച്ചത്തിലാണ് എൻ്റെ മോന് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ കോടാനുകൂടി നന്ദിയും അമ്മ മാതാവിന് നന്ദിയും തിരുകുമാരന് സ്തുതിയും പറഞ്ഞ് നന്ദി പറയും.